ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള പഴുത്ത 2 നേന്ത്രപ്പഴം ആവിയിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ പഴമാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ പഴമെല്ലാം ആവിയിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഈ പഴത്തിൻ്റെ തൊലി മാറ്റിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തൊലി മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പഴം നമ്മൾ ഇതുപോലെ ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ നല്ല പോലെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതാ പഴം കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ ഒരച്ച ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കര നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതാ നമ്മൾ നേരത്തെ ഉടച്ചെടുത്ത ആ പഴത്തിലേക്ക് 250 കപ്പിന് 1/2 കപ്പ് ചിരവിയ തേങ്ങ, കൂടെ 250 കപ്പിന് തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനിയൊരു പാൻ ചൂടായതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂം കൂടെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇത് ചൂടോടുകൂടി തന്നെ ഈ നെയ്യോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാതും ഞാൻ ഇതുപോലെ അങ്ങ് ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ വാഴയിലയിൽ ഒന്ന് പരത്തി കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ട് പരത്തി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ വാഴയിലയിൽ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് വാഴയില ഇതുപോലെ തന്നെ അങ്ങ് മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം മടക്കിയെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പരത്തി മാറ്റി വെച്ച അട മുഴുവനായിട്ടും ഇട്ട് കൊടുക്കും. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി.
അങ്ങനെ ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയപ്പോഴത്തേനും നമുക്കിവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.